ചേച്ചി, എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ ജനിച്ചതും വളർന്നതും അവിടെയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നെ ഒന്ന് സ്നേഹിക്കുകയോ എൻ്റെ അടുത്തിരിക്കുകയോ കൊഞ്ചിക്കുകയോ എന്തിനേറെ ഭക്ഷണം കഴിച്ചു എന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ജോലി മാത്രം മതിയായിരുന്നു. മീറ്റിംഗ്സും യാത്രകളുമായി അമ്മ കുടുംബം മറന്ന് ജീവിച്ച ഒരാളാണ്, പ്രത്യേകിച്ച് എന്നെ. എനിക്ക് 1 രൂപ വേണമെങ്കിൽ 100 രൂപ തരാനുള്ള ഏർപ്പാട് അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് VIP കുട്ടി എന്നുള്ള പരിഗണനയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടായിരുന്നത്. കൈ നിറയെ കാശുമായി വരുന്ന എനിക്ക് ഒത്തിരി കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തൊന്നും അമ്മയുടെ ലാളനയും സ്നേഹവും ഇഷ്ടവും ഒന്നും കിട്ടാതിരുന്നത് എന്നെ ബാധിച്ചതേയില്ല. പക്ഷേ അമ്മ എന്ന് പറയുന്ന സ്നേഹം എന്താണെന്നോ ആ കരുതൽ എന്താണെന്നോ മറ്റു കുട്ടികൾ പറയുമ്പോൾ എനിക്കത് വളരെ പരിഹാസമായിട്ടും അവരൊക്കെ കള്ളം പറയുന്നതുമായിട്ടാണ് ഈ പ്രായത്തിലും തോന്നുന്നത്. അത് ഞാനും അമ്മയും തമ്മിലൊരു ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കോ, അതോ അങ്ങനൊരു സാധനമില്ലേ എന്ന് എനിക്ക് എപ്പോഴും സംശയം തോന്നും. ഇപ്പോൾ അമ്മ വാർദ്ധക്യത്തിലാണ്. അമ്മയ്ക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നാണ് അത്രയും ആഗ്രഹം. പക്ഷേ എനിക്കെന്തോ അമ്മയെ കാണാനോ അടുത്തിരിക്കാനോ സംസാരിക്കാനോ തോന്നുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും കാശിന് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാൻ കഴിയുന്നുള്ളൂ. എനിക്കെന്തോ അമ്മയെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ചേച്ചിയോട് ഇതൊന്ന് പറയണമെന്ന് തോന്നി. എന്താ ചേച്ചിക്ക് ഇതിൽ എന്നോട് പറയാനുള്ളത്? എന്നെ ചേച്ചി എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ മോനെ എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. മോനെ, മോൻ്റെ അമ്മ മോനെ മറന്ന് ജീവിച്ചതല്ല. മോന് ആ അമ്മ നൽകാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ നൽകണമെന്ന് കരുതി ജോലിക്കായി ഓടി നടന്നതാണ്. 1 രൂപ ചോദിക്കുമ്പോൾ 100 രൂപ തന്നത് മോനോടുള്ള സ്നേഹം കൊണ്ടാണ്, വാത്സല്യം കൊണ്ടാണ്. പക്ഷേ മോൻ ആഗ്രഹിച്ച രീതിയിൽ ആ സ്നേഹവും വാത്സല്യവും മോനിൽ നിറയ്ക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതിൽ മാത്രമാണ് അമ്മയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന അമ്മയ്ക്ക് ഞാൻ ചെയ്തു കൊടുത്തതൊന്നും തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ മകനെ ഞാൻ നന്നായി സ്നേഹിച്ചു എന്നാണ് ആ അമ്മ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, മോന് എന്തൊക്കെ ലാളനകളും സ്നേഹവും കിട്ടിയിട്ടില്ലയോ അതെല്ലാം ഈ പ്രായത്തിൽ അമ്മയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു നോക്കൂ. അന്ന് മോന് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് മോന് അതൊരു വലിയ ആശ്വാസമാകും. അതല്ലാതെ വഴക്കിട്ട് മാറി നിൽക്കുമ്പോൾ നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നതിന് പകരം നമ്മൾ ഒന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനും കഴിയും. മറ്റാരും അല്ലല്ലോ ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടത്, സ്വന്തം അമ്മയുടെ അടുക്കലല്ലേ. മോന് വേണ്ടി ഓടിപ്പാഞ്ഞു നടന്ന് ജോലി ചെയ്ത ആ അമ്മയുടെ അടുത്ത്. ഞാൻ പറയുന്നത് മോന് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞതിന് വേണ്ടിയെങ്കിലും മോൻ ആ അമ്മയോട് ഒന്ന് അടുപ്പം കാണിച്ചു നോക്കൂ. മോനെ അമ്മ സ്നേഹം കൊണ്ട് പൊതിയും. മോന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും, അല്പം വൈകിയാണെങ്കിലും. നല്ല സമാധാനമുള്ള ജീവിതമല്ലേ നമുക്ക് വേണ്ടത്. എന്തിനാ വെറുതെ വാശി, എന്തിനാ വെറുതെ വൈരാഗ്യം? അമ്മയല്ലേ, നമുക്ക് ക്ഷമിക്കാം. ആ ക്ഷമ മോന് തിരിച്ചു തരുന്നത് എത്ര സമാധാനവും സന്തോഷമുള്ള ജീവിതമായിരിക്കുമെന്നറിയോ? അങ്ങനെ നിങ്ങൾ സന്തോഷവും സമാധാനവുമായി ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കേട്ടിട്ട് അമ്മയും മകനും ചേർന്ന് നിലാമൊഴിയിലേക്ക് എനിക്കൊരു മെയിൽ അയക്കണം. ഓക്കെ? നമ്മുടെ സമാധാനത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി നാളെ വരാം. ഗുഡ് നൈറ്റ്.